സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി നമ്മുടെ സേസ്വാൻ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലിടണം ഉണക്കമുളക്. ഇത് വേണമെങ്കിൽ ചൈനീസ് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് ആക്കി ടേസ്റ്റ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇടണം. പൂരം നമ്മ അങ്ങനെ പറയും, നമ്മ ചാട് മാമങ്ങും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് പൂജ. ഞാൻ ഇന്നെ നിങ്ങൾക്ക് സേസ്വാൻ ചട്നി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സേസ്വാൻ ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇത് ചോറു കൂടെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈനീസ് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശ കൂടി നമുക്ക് കഴിക്കാൻ പറ്റും, ചമ്മന്തി ആയിട്ട് ചട്നി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. സോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കണം അത് ഷെയർ ചെയ്യും ഞാൻ. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിലെ എങ്ങനെ ഇഷ്ടമാണ് അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ. ഇപ്പൊ നമുക്ക് വേഗമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് വെള്ളം വെച്ചു. ഇത് വെള്ളം കുറച്ച് നൈസായിട്ട് ബോയിൽ ആവണം. അതിനുശേഷം ഞാൻ ഇവിടെ ഇത് നമ്മുടെ ഉണക്കമുളക് ഉണ്ടേനാ അത് ഞാൻ അതിലിടും. ഞാനിത് 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചൂടായ ശേഷം മുളക് വെള്ളത്തിലേക്ക് ഇടണം. പിന്നെ ഇവിടെ എൻ്റെ ചായ റെഡി ആവാനിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വെള്ളം നൈസായിട്ട് ചൂടായിണ്ട്. എത്ര ചൂട് മതി നമുക്ക്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കാം ഞാൻ. പിന്നെ ഇവിടെ ഇത് മുളക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇടണം. ഇപ്പോൾ ഇത് കുറച്ച് നമുക്ക് സോക്ക് ചെയ്യണം. അരമണിക്കൂർ അങ്ങനെ വെക്കാം നമുക്ക് മുളക്. സോ അത് കുറച്ച് സോഫ്റ്റ് ആവും. നമ്മൾ മുളക് കുറച്ച് പൊന്തി വരും. ഇത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഉണ്ട് ചായ കൂടി ആയിണ്ട്, നമുക്ക് ചായ എടുക്കാം. ഇത് എനിക്ക് അമ്മക്ക് കട്ടൻ റെഡി ആയിണ്ട്. ഞാൻ അമ്മ കുറച്ച് കട്ടൻ കൊടുത്തിട്ട് പിന്നെ നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടേനാ ഉണക്കമുളക് വെള്ളത്തിലേക്ക്. ഇപ്പോൾ അത് കുറച്ച് അരമണിക്കൂർ അങ്ങനെ നമുക്ക് വെക്കണം. സോ അത് സോക്കാവും. അതിനുശേഷം നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഇവിടെ നമ്മുടെ ചായ കുടിക്കുമ്പോൾ നേരെ അത് കുറച്ച് സോക്കാവും, കുറച്ച് സോഫ്റ്റ് ആവും നമ്മുടെ ഉണക്കമുളക്. ചായ കുടിക്കാം ഞാൻ കുറച്ച് കട്ടൻ. ഇപ്പൊ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നമുക്ക് കുറച്ച് കൂടുതൽ വേണം. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കുറച്ച് 1/2 ഇഞ്ച് ഉണ്ടാവും. 1/2 ഇഞ്ചിന് കുറച്ച് കുറവുണ്ട്. നമ്മുടെ 10 ഉണക്കമുളക് വെച്ചു വെള്ളത്തിലേക്ക്, ചൂട് വെള്ളത്തിലേക്ക് കുറച്ച് അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാ. സോ അതിക്ക് വേണ്ടിയിട്ട് ഇത്രയും മതിയാവും. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം. ഇത് കൂടി സപ്പോസ് ഉണക്കമുളക് നിങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെളുത്തുള്ളി പിന്നെ അത് ഇഞ്ചി അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ട് എടുക്കണം. പിന്നെ ഇത് സേസ്വാൻ ചട്നി ഉണ്ട്. സോ അതൊക്കെ കുറച്ച് ഉണ്ട് ഇത് ചട്നി. പക്ഷെ നമുക്ക് വേഗം ഇത് വെളുത്തുള്ളി നന്നാക്കിയിട്ട് എടുക്കാം. ഫ്രണ്ട്സ് നോക്കൂ, ഇവിടെ കുറച്ച് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി. ഇപ്പൊ ഇത് ഇഞ്ചി ഉണ്ടേനാ, ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇത് നമുക്ക് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണം ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഞാൻ അങ്ങനെ നൈസായിട്ട് കുറച്ച് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. സോ അത് സേസ്വാൻ ചട്നിയിലേക്ക് അത് വരും നമുക്ക് അടുക്കെ. സോ അത് കുറച്ച് ഇഷ്ടമാവും നിങ്ങൾക്ക്. പിന്നെ ഇതിന് നമ്മുടെ മെയിൻ ഫ്ലേവർ കിട്ടും നമ്മുടെ ചട്നിക്ക്, സേസ്വാൻ ചട്നിക്ക്. കുറച്ച് വെളുത്തുള്ളി അങ്ങനെ ആഡ് ചെയ്യാം നമുക്ക്. വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. ഇതിന് നമുക്ക് ഫ്ലേവർ വരും ചട്നിക്ക്. കുറച്ച് നൈസായിട്ട് ചതച്ചെടുക്കണം.
കുറച്ച് കത്തിനെ അങ്ങനെ മിഡിലാക്കാം. പിന്നെ അത് പിന്നെ ചതച്ച് എടുക്കാം. സോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ചതച്ചിട്ടായിണ്ട്. നൈസായിട്ട് കുറച്ച് ഞാൻ ചതച്ചെടുത്തു. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിൽ മാറ്റി വെക്കാം. നോക്കൂ, നൈസായിട്ട് ക്രഷ് ചെയ്തിട്ട് ഞാൻ എടുത്തു. സോ ഫ്രണ്ട്സ്, നോക്കൂ, നമ്മുടെ ഉണക്കമുളക് കുറച്ച് നൈസായിട്ട് സോഫ്റ്റ് ആയിണ്ട്. കുറച്ച് അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് ഉണക്കമുളക് മിക്സി ജാറിലേക്ക് ഇടണം. ഇതിനെ ചൂട് മാറിയ ശേഷം നമുക്ക് മിക്സി ജാർ അടിച്ചിട്ട് എടുക്കണം. ഇതിന്റെ കുറച്ച് ചൂട് മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ വിത്ത് ഉണ്ടെന്ന് അത് കലിനിട്ട് എടുക്കാം. പക്ഷെ ഞാൻ കലിനില്ല. ഞാൻ വിത്ത് കൂടി നൈസായിട്ട് പേസ്റ്റ് ചെയ്യും. കുറച്ച് വെള്ളം ഇടും ഞാൻ. സോ നമുക്ക് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം, ഇത് നമ്മുടെ സേസ്വാൻ ചട്നി ഉണ്ടെന്നാ ഇതിലേക്ക് ഇരുവ ഉണ്ടാവുന്ന. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ, പക്ഷെ ഇരുവിനെ അത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുവ് ഇല്ലാത്ത ഉണക്കമുളക് കിട്ടും, അതൊക്കെ ഇടണം. കശ്മീരി റെഡ് ചില്ലി കിട്ടും, കശ്മീരി ഉണക്കമുളക്. അല്ലെങ്കിൽ നമ്മുടെ കടയിൽ പറയുന്ന നമുക്ക് ഇരുവ് കുറഞ്ഞിട്ട് ഉണക്കമുളക് വേണം. അത് നിങ്ങളുടെ എടുക്കുമ്പോൾ കുഴപ്പമില്ല. ഇതിന് കുറച്ച് എന്താ പറയുക, കളർ വരും. പിന്നെ ഇത്രയും ഇരുവ് ഉണ്ടാവില്ല. സോ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് എടുക്കണം. ഞാൻ 10 എടുത്തിട്ടുണ്ട് ഉണക്കമുളക്. ഇപ്പൊ ഇത് ഞാൻ കുറച്ച് സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കാം. നോക്കാം നമുക്കൊരു പ്രാവശ്യം. നോക്കൂ, കുറച്ചുകൂടി സ്മൂത്ത് ആവണം. കുറച്ച് വെള്ളം ഇടാം ഞാൻ. കുറച്ച് മതി. നോക്കൂ ഫ്രണ്ട്സ്, നൈസായിട്ട് പേസ്റ്റ് ഒക്കെ ആയിണ്ട്. നല്ല ചുമപ്പ കളർ ആയിണ്ട്. നൈസായിട്ട് പേസ്റ്റ് ആയിണ്ട്. സോ ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക് പാൻ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക് പാനിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലതാ. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക് പാൻ എടുക്കണം. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ കുറച്ച് നമുക്ക് കൂടുതൽ വേണം. കാരണം ഇത് നമ്മുടെ സേസ്വാൻ ചട്നി ഉണ്ടെന്നാ അത് നമുക്ക് കുറച്ച് ദിവസം ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും. സോ ഇത് ഓയിലിന് ഒരു ടൈപ്പിന് പ്രിസർവേറ്റീവ് ആണ്. സോ ഇപ്പോൾ ഓയിൽ കുറച്ച് ചൂടാവണം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇത് പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇതിലിടണം. ഇപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഉണ്ടേന ഇത് കുറച്ച് നമുക്ക് സ്ലൈറ്റ് ബ്രൗൺ ആവണം. കുറച്ച് ഫ്രൈ ആവണം. കൂടുതൽ ബ്രൗൺ ചെയ്യാൻ ആവശ്യമില്ല. കുറച്ച് സ്ലൈറ്റ് ഫ്രൈ ആവണം. ഇത് ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം ഉണ്ടാവണം. അതൊക്കെ പോണം നൈസായിട്ട്. കുറച്ച് നമുക്ക് 1-2 മിനിറ്റ് അലക്കി കൊടുത്ത് കുറച്ച് എണ്ണത്തേക്ക് ഫ്രൈ ചെയ്യണം. നിങ്ങൾ ഈ കാണുന്നുണ്ടാവും കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഉണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. നൈസായിട്ട് കുറച്ച് എണ്ണ അലക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. നല്ല മണം വരണ തുടങ്ങി. ഫ്രൈ ആയിണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്രൈ ആയി കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആവാൻ തുടങ്ങി. സോ ഞാനിപ്പോൾ ഫ്ലെയിം സ്ലോയിലാക്കി. പിന്നെ ഞാൻ ഇത് നമ്മുടെ പേസ്റ്റ് ഉണ്ടെന്നാ അതൊക്കെ നമുക്ക് ഇതിലിടണം. ഉണക്കമുളകിന്റെ പേസ്റ്റ് കുറച്ച് അങ്ങ് വെള്ളം ഇടാം മിക്സി ജാറിൽ. കാരണം ഇതിൽ കുറച്ച് സ്റ്റിക്ക് ആയിട്ടാണ് നമ്മുടെ മുളക് പേസ്റ്റ്. അത് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇതിലിടണം.
പിന്നെ ഇപ്പോൾ ഇത് ഉണക്കമുളകിന്റെ പേസ്റ്റ് ഉണ്ടേന ഇത് കൂടി നമുക്ക് കുറച്ച് നൈസായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിന് കുറച്ച് നമുക്ക് എന്താ പറയുന്നേ പച്ച ടേസ്റ്റ് ഉണ്ടാവണം. അത് പോണം, നൈസായിട്ട് അത് കുക്ക് ആവണം. കുറച്ച് 5 മിനിറ്റ് എടുക്കും, 4-5 മിനിറ്റ്. സോ നമുക്ക് ഫ്രൈ ചെയ്യണം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം. ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങി. പിന്നെ അത് ചട്ടിയിലേക്ക് അങ്ങനെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് 2 മിനിറ്റ് കൂടിയിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാം. ഇത് മസ്റ്റ് ആണ്, നിങ്ങളുടെയൊക്കെ ഇത് ഉണക്കമുളകിന് നൈസായിട്ട് കുറച്ച് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സേസ്വാൻ ചട്നിയുടെ ടേസ്റ്റ് വരില്ല. നോക്കൂ അതൊക്കെ എത്ര നൈസായിട്ട് കുക്കായിണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ചൂടായിണ്ട്. അത് ഓഫ് ആക്കാം. ഇത് കൂടി ആയിണ്ട് നമ്മുടെ ഉണക്കമുളകിന്റെ പേസ്റ്റ് റെഡി ആയിണ്ട്. എത്ര ഫ്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നോക്കൂ ഫ്രണ്ട്സ്, അത് നൈസായിട്ട് നിങ്ങളുടെ കാണുന്നുണ്ടാവും, ചട്ടിയിലേക്ക് വിട്ട് പോയിണ്ട് നൈസായിട്ട്. ഇപ്പോൾ ഇതിൽ നമുക്കെന്നാ കുറച്ച് ഉപ്പ് ഇടണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇടണം ഫ്രണ്ട്സ്. കുറച്ച് ഉപ്പ് ഇടാം, കുറച്ച് പഞ്ചസാര കുറച്ച് മതി. അത് കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് വിനെഗർ ഇടാം, 1 ടീസ്പൂൺ വിനെഗർ. പിന്നെ കുറച്ച് സോയാ സോസ് നമുക്ക് ഇടണം. സോയാ സോസ് കൂടി കൂടുതൽ പോയി ഇതൊക്കെ മസാല എൻ്റെ അത് കുറച്ച് വീണു. സോ കുറച്ച് മതി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കൂടുതലായി. പിന്നെ നമുക്ക് വേണ ടൊമാറ്റോ സോസ് 2 സ്പൂണ്. ഞാൻ കുറച്ച് 2 സ്പൂൺ ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ ഇടുമ്പോൾ മതി. ഇപ്പൊ ഇത് ഒരു പ്രാവശ്യം നൈസായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് കൂടുതലായി നമ്മുടെ സോയാ സോസ്, അത് വീണ് പോയി എൻ്റെ കയ്യിലേക്ക്. പിന്നെ ഇതിൽ നമുക്ക് ഇത് ചൂട് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കുറച്ച് ഇടണം. ഇപ്പൊ ഇത് നൈസായിട്ട് കുറച്ച് വേവിക്കണം. ചൂടുവെള്ളം എടുത്തുന നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇടാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എത്ര മതി. സോ ഇപ്പൊ ഇത് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ അടിച്ചിട്ട് വെക്കാം. ഞാൻ അടിച്ചു വെക്കാം. സോ കുറച്ച് 2 മിനിറ്റ് ആയിണ്ട്, നമുക്ക് തുറക്ക നോക്കാം. നോക്കൂ അത് കുറച്ച് നൈസായിട്ട് സെറ്റ് ആയിണ്ട്. പിന്നെ കുറച്ച് എണ്ണ മുകളിൽ വന്നു. നമുക്കെന്നാ കുറച്ച് എരിവ് നോക്കാം, മീൻസ് ടേസ്റ്റ് നോക്കാം സേസ്വാൻ ചട്നിയുടെ. കുറച്ച് ടേസ്റ്റ് ആയിണ്ട്. കുറച്ച് എരിവിനെ ഉണ്ടാവും ഇത്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഇത് ഗ്യാസ് ഓഫ് ആക്കാം. ഇതായിണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടിയിട്ട് ഇടണം. ഞാൻ 2 സ്പൂൺ ഇടണ്ടേ, കാരണം എനിക്ക് നമ്മുടെ വീട്ടിലെ മീൻസ് എനിക്ക് അമ്മക്ക് എത്ര പെട്ടില്ല എരിവ്. സോ അത് വേണ്ടിയിട്ട് കുറച്ച് അത് അഡ്ജസ്റ്റ് ആവും. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് നമ്മുടെ എന്താ പറയുന്നത് മധുരം ഉണ്ടാവും, പിന്നെ കുറച്ച് പുള്ളി ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് 2 സ്പൂൺ ഇടണ്ടേ ഞാൻ എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇടുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഞാനത് കുറച്ച് ഇടണം. പിന്നെ ചിലപ്പോൾ ചില സമയം അങ്ങനെ ഉണ്ടാവും, അത് നമ്മുടെ സോസ് ഉണ്ടേനാ അതിന് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ സമയം കുറച്ച് ടൊമാറ്റോ സോസ് കൂടിയിട്ട് ഇടണം. സോ അത് എന്താ പറയണേ ബാലൻസ് ആവും, അഡ്ജസ്റ്റ് ആവും. നോക്കൂ നല്ല നൈസായിട്ട് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നോക്കൂ എത്ര തിക്ക് ആയിണ്ട്, നല്ലതാ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ കൂൾ ആയ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഡബ്ബിൽ മാറ്റി വെക്കണം. സോ അത് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും.
സേസ്വാൻ ചട്നി വീട്ടിൽ കഴിക്കാം നമുക്ക്, ഹോം മെയ്ഡ് സേസ്വാൻ ചട്നി. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് നമ്മുടെ സേസ്വാൻ ചട്നി ഉണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും മീൻസ് സജിൽസ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇരുവുണ്ട് ചമ്മന്തി ഇത് വേണ്ടിട്ട. ഇത് ചട്ടി ഞാൻ അങ്ങനെ വെക്കും, പാന്. ഇത് നമുക്ക് എന്താ പറയുന്നത്, ചോറും ഇട്ട് കഴിക്കാം. സോ അത് വേസ്റ്റ് ആവില്ല, അങ്ങനെ വെക്കാം. ഇവിടെ ഞാൻ ഒരു ബോളിൽ മാറ്റി വെച്ചു. പിന്നെ നോക്കൂ, നല്ല ടേസ്റ്റി നമ്മുടെ സേസ്വാൻ ചട്നി ആയിട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. നമ്മുടെ എന്താ പറയുന്നത്, കടയിലേക്ക് നമുക്ക് നൂഡിൽസ് കൂടെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അവർ കൂടുതൽ അത് തരും, എന്താ പറയുന്നത്, ടൊമാറ്റോ സോസ് തരും. പക്ഷെ മുംബൈയിലേക്ക് നമുക്ക് നൂഡിൽസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഏതായിട്ടുണ്ടെങ്കിൽ നമുക്ക് സേസ്വാൻ ചട്നി അവർ തരും. സോ അത് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെ കുറച്ച് സേസ്വാൻ ചട്നി അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ചോറ് ഉണ്ടെങ്കിൽ അത് കൂടി ഇത് കഴിക്കാം. പിന്നെ ദോശ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശ കൂടി ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. ചട്നി പോലെ തന്നെ ഉണ്ട്, ഇരുവ ചട്നി പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിലപ്പോ ഒന്നും ഉണ്ടില്ലെങ്കിൽ വീട്ടില് സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാം. അമ്മ നല്ല ടേസ്റ്റി നമ്മുടെ സേസ്വാൻ ചട്നി ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് എന്താ പറയണേ, ചൂട് മാറിയ ശേഷം ഒരു ഡബ്ബയിലെ വെക്കാം, എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക്. പിന്നെ അത് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ആവും. പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി, കാരണം ഇത് എന്താ പറയുന്നത്, ഇരുവുണ്ട്, എത്ര കഴിക്കുന്നില്ല. കുറച്ച് നമ്മുടെ എടുക്കുമ്പോൾ മതിയാവും നമുക്ക്. പിന്നെ ഞാൻ ഒരു ടിപ്പ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു, നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഇരുവില്ലാത്ത ഉണക്കമുളക് എടുക്കണം. ഇരുവില്ലാത്ത ഉണക്കമുളക് മീൻസ് കശ്മീരി റെഡ് ചില്ലി ഉണ്ട്, അതൊക്കെ നമുക്ക് ഉണക്കമുളകായിട്ട് കിട്ടും. സോ അത് എടുക്കണം. അല്ലെങ്കിൽ കടയിൽ നമുക്ക് പറയണം നമുക്ക് ഇരുവില്ലാത്ത ഉണക്കമുളക് വേണം. സോ അവര് തരും. അതിനെ ഇത് ചട്നി ഉണ്ടാക്കിയിട്ട് റെഡി ആക്കണം. നമ്മ പക്ഷെ ഇത് ഇരുവുള്ള ആണ് ചട്നി. ഇരുവ് ഉണ്ടാവും കുറച്ച്. ചൈനീസ് ഫുഡിനെ കുറച്ച് കൂടുതൽ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ സേസ്വാൻ ഫ്രൈഡ് റൈസ്, സേസ്വാൻ നൂഡിൽസ് അതൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ ഇതുണ്ട്, കുറച്ച് ഇരുവ് ഉണ്ടാവും. സോ നിങ്ങൾ ചിലപ്പോ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പരിമാരം എത്ര ഇരുവാണ്, ഇത് കുറച്ച് ഇരുവിനെ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ അത് വേണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോ ഇരുവ് കുറഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇരുവില്ലാത്ത ഉണക്കമുളക് എടുക്കണം എന്നാ. പിന്നെ എന്റെ വീട്ടിലെ സജിൽ സനിലുണ്ട്, അവർക്ക് ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, ചപ്പാത്തി കൂടെ. സോ അവരെ കുറച്ച് കഴിക്കും, ഞാൻ കുറച്ചിനും കഴിക്കും, എത്ര കഴിക്കുന്നില്ല ഞാൻ, അത്ര മതിയാവും നമുക്ക്, മതി. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി നമ്മുടെ സേസ്വാൻ ചട്നി റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. പിന്നെ എങ്ങനെയായിട്ട് എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ. ഇവിടെ എന്നോട് പൂച്ചക്കുട്ടി സിരിക്കാണ്, എന്താ? ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടീസ് എന്താ ചെയ്യാനുണ്ട്. കുട്ടേസ് പിന്നെ അവിടെ ഒരെണ്ണം കുട്ടീസ് ഉണ്ട്. കുട്ടീസ് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ എവിടെ ഇരിക്കും, അവിടെ ഇവര് വന്നിട്ട് കളിക്കും. അമ്മ ഇവിടെ പൂച്ചക്കുട്ടീസ് അവിടെ അവരെ കൂടി ഇരിക്കും. ഇപ്പൊ പുറത്ത് വന്നു, സോ അവരെ കൂടി പുറത്ത് വന്നു. പിന്നെ ഇപ്പോ നമ്മുടെ പൂരം വന്ന ഇരിക്കാണ്, മച്ചാട് മാമംഗം പൂരം. അമ്മ അങ്ങനെ പറയും, മച്ചാട് മാമംഗം. നമ്മുടെ അത് അമ്പലത്തേക്ക് പൂരം ഉണ്ടാവും, തിരുവാണിക്കാവ് അമ്പലത്തിക്ക്. ഈ എന്താ പറയുന്നേ, അടുത്ത ആഴ്ച ഉണ്ടാവും, 16 ഫെബ്രുവരിക്ക് ഉണ്ടാവും. നമ്മുടെ പൂരം തുടങ്ങും, എന്താ പറയണേ, പരപ്പരപ്പാട് ഉണ്ടാവും. പിന്നെ ട്യൂസ്ഡേക്ക് പൂരം ഉണ്ടാവും, നമ്മുടെ 20ക്ക് 20ക്ക് നമ്മുടെ പൂരം ഉണ്ട്. സോ അത് നമുക്ക് പോയിട്ട് കാണും. ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യും എങ്ങനെയാണ് നമ്മുടെ പൂരം.
കുറച്ച് ഫേമസ് ആണ് നമ്മുടെ പൂരം നമ്മ കുതിര ഉണ്ടാവും, കുതിര ചാടം ഒക്കെ ഉണ്ടാവും. അതൊക്കെ കുതിരനെ പൂരം ഉണ്ട് ഇത്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടു. നല്ല ടേസ്റ്റി വരുന്നുണ്ട് മോള്. നല്ല ആഘോഷം ഇങ്ങനെ നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യും പൂരം. സോ അതൊക്കെ കൂടി ഞാൻ ഇങ്ങോട്ട് കൂടി ഷെയർ ചെയ്യും. സോ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെ ഇവിടെ വാട്ടർമെലൻ നമ്മുടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നമുക്ക് കട്ട് ചെയ്യാം. വാട്ടർമെലൻ പകുതിക്ക് ആയിണ്ട്, പകുതി നമ്മൾ കഴിച്ചു. ഇപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓഹോ, വാട്ടർമെലൻ ഇവിടെ കട്ട് ചെയ്യാം നമുക്ക്. അങ്ങനെ നിങ്ങൾക്ക് വാട്ടർമെലൻ ഇഷ്ടമാണ് ഫ്രണ്ട്സ്? നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പറയൂ. എനിക്ക് ഇഷ്ടമാണ് വാട്ടർമെലൻ. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയണേ, വാട്ടർ നല്ല കിട്ടും. ചിലപ്പോ ചില സമയം നമുക്ക് എന്താ പറയണേ, വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാം. പിന്നെ സമ്മർ സീസണിക്ക് നല്ല ഇഷ്ടമാവും അമ്മ കഴിക്കുമ്പോ. അങ്ങനെ വേലത്തേക്ക് വരുമ്പോ നമുക്ക് അത് കഴിക്കുമ്പോ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. പിന്നെ ഇതൊക്കെ ഹിന്ദിയിലേക്ക് നമ്മുടെ വാട്ടർമെലൻക്ക് എന്താ പറയണേ നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ്? തർബൂജ് പറയണേ നമ്മള്, അല്ലെങ്കിൽ കലിംഗഡ് പറയണേ. ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. എന്താ ചെയ്യണം, ഇത് കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം നമുക്ക്. അങ്ങനെ കഷ്ണം ചെയ്തിട്ട് മിക്സി ജാറിലേക്ക്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ഉണ്ടേനാ അതൊക്കെ ഇടാം. പിന്നെ നൈസായിട്ട് കുറച്ച് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ അരിപ്പ പാത്രം ഉണ്ടേനാ അതിന് കുറച്ച് ഇത് अरिपा से कैसे निकालने को बोलेंगे? छानने के लिए। അരിപ്പയില് കുറച്ച് അരിച്ചെടുക്കണം. കാരണം ഇതിന്റെ വിത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് പോവും നമ്മുടെ അങ്ങനെ അരിച്ചിട്ട് എടുക്കുമ്പോ. പിന്നെ അത് കുടിക്കണം നമുക്ക്. ഐസ് ക്യൂബ് എടുത്ത് കുറച്ച് കഴിക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് വാട്ടർമെലൻ എല്ലാവർക്കും കൊടുക്കാം. വാട്ടർമെലൻ കഴിക്കാം, കുറച്ച് കഴിക്കാം വാട്ടർമെലൻ. പിന്നെ അത് വാട്ടർമെലൻ കഴിച്ചിട്ട് എനിക്ക് ഓർമ്മ വന്നു, ഒരു കോമഡി ഓർമ്മ വന്നു. നമ്മുടെ അങ്ങനെ അത് വാട്ടർമെലന്റെ വിത്തൊക്കെ ഉണ്ടേനാ അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കഴിക്കുമ്പോ നമ്മുടെ പറയുമ്പോ ചിലപ്പോ അങ്ങനെ എന്താ പറയണേ, നമുക്ക് അത് എടുക്കാൻ പറ്റില്ല നമ്മുടെ ചെറുപ്പത്തില്. സോ നമ്മുടെ അങ്ങനെ ചിലപ്പോ കഴിക്കുമ്പോ നമ്മൾ പറയും ഇപ്പോ കുറച്ച് പേടിയാവും നമുക്ക്. എന്താ പറയണേ, ट्री की ओ उग जाएगा, ऐसे कैसे बोलेगा अम्मा? देखो ना, पहले हम छोटा रहते तो देखो वित्त वित्त मुंह में जाता तो बोलते पेड़ उगेगा अंदर से. ചെടിയാവും നമ്മുടെ ഇപ്പൊ ചെടിയാവും അങ്ങനെയൊക്കെ നമ്മുടെ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു. അത് ചെറുപ്പത്തിലൊക്കെ എന്താ പറയുന്നത് നമുക്ക് അറിയില്ല. कुछ भी बोलते रहते हम लोग, नहीं क्या? हाँ, അത് നമ്മുടെ कैसे बोलेंगे, कुछ भी बोलेंगे तो
ഒന്നും നമ്മൾ പറയാം എന്തിനും നമ്മുടെ പറയാം നമുക്ക് ഒരു ടൈം പാസ് വേണം അത് വേണ്ടിട്ടാ അങ്ങനെ നമ്മുടെ എന്താ ഓറഞ്ച് ഡേ കഴിക്കുമ്പോൾ വിത്തേക്ക് പോവും അങ്ങനെ നമ്മൾ പറയും അതൊക്കെ സോ അത് എനിക്ക് കഴിച്ചിട്ട് വാട്ടർമെലൺ അതൊക്കെ ഓർമ്മ വരുന്നു സോ ഞാനത് പറഞ്ഞു നിങ്ങളുടെ കൂടെ പിന്നെ കുറച്ച് നിങ്ങളുടെ മനസ്സിലാക്കാൻ ഞാൻ എന്താ ഉദ്ദേശിച്ചു പറഞ്ഞു സോ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ നിങ്ങളുടെ കൂടെ ഒരു സേസ്വാൻ ചട്നി ഷെയർ ചെയ്തു എനിക്ക് ഇഷ്ടമാണ് സേസ്വാൻ ചട്നി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ഹോം മെയ്ഡ് സേസ്വാൻ ചട്നി ഉണ്ടാക്കിയിട്ട് വെക്കാം അത് ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം എൻ്റെ ചാനലിലേക്ക് ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ്ക്ക് കുറച്ച് കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം സോ നിങ്ങളുടെ ചിലപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനലിലേക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ കുറച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ 2K സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് കംപ്ലീറ്റ് ആവും സോ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനലിലേക്ക് സോ ഇപ്പം നമുക്ക് എൻഡ് ചെയ്യാം വീഡിയോ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ